ഹലോ മക്കളെ, നമ്മുടെ കുട്ടികളെല്ലാവരും +2 എക്സാം അടിപൊളിയായിട്ട് തന്നെ എഴുതി. നിങ്ങളെല്ലാവരും പലരും നമ്മുടെ കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, മിസ്സേ ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടി നല്ല മാർക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഈ ഒരു വട്ടം എന്നുള്ളത്. പക്ഷേ നമ്മുടെ ചില കുട്ടികൾക്ക് അവർ നല്ലോണം പെർഫോം ചെയ്തെങ്കിൽ കൂടിയും അവർ വിചാരിച്ച അത്ര മാർക്ക് അവർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കാതെ പോയവരുണ്ട്. ചിലർക്ക് ആ ഒരു നമ്മൾ വിചാരിച്ച വളരെ എളുപ്പമായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ച ആ ഒരു സബ്ജക്റ്റിൽ ചിലപ്പോൾ പാസ്സാവാനായിട്ടും സാധിക്കാതെ പോയ കുറേ മക്കളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യമാണ് മിസ്സിന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാമും അതേപോലെ തന്നെ നമ്മുടെ സി പരീക്ഷയുണ്ട്. അപ്പോൾ ഇംപ്രൂവ്മെന്റ് എക്സാമും സി പരീക്ഷയും നമുക്ക് ജൂൺ 21 ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള സമയം വളരെയധികം അടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിൽ തന്നെ പോയിട്ട് ഇത് നേരെ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സ്കൂളിൽ പോയിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിനായാലും സി പരീക്ഷയ്ക്കായാലും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29-ാം തീയതിയാണ്. നമ്മുടെ മെയ് 29-ാം തീയതിയാണ്. അപ്പോൾ വളരെ വേഗം തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഉടനെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ പോയിട്ട് വേഗം തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ എത്ര ഫീസാണ് ഇതിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സി പരീക്ഷയ്ക്കുള്ള ഫീസ് എന്ന് പറയുന്നത് 150 ആണ് പെർ സബ്ജക്റ്റ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും 150 രൂപ വെച്ചിട്ടായിരിക്കും നമ്മുടെ സി പരീക്ഷയ്ക്കുള്ള ഫീസ് എന്ന് പറയുന്നത്. ദെൻ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷനുള്ള ഫീസ് എന്ന് പറയുന്നത് 500 രൂപ വീതമായിരിക്കും ഈച്ച് സബ്ജക്റ്റിന് ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് 25 രൂപയായിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ നമുക്ക് സർട്ടിഫിക്കറ്റും കൂടെ വേണമല്ലോ. അപ്പോൾ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമുക്ക് 40 രൂപയും കൂടെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇംപ്രൂവ്മെന്റിനും അതേപോലെ തന്നെ സി പരീക്ഷയ്ക്കും നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നിങ്ങളിൽ പലരും ഉണ്ടാവും, മിസ്സേ ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങൾ നന്നായിട്ട് തന്നെയാണ് ഇത്തവണ നമ്മൾ എക്സാം എഴുതിയിട്ടുള്ളത്, പക്ഷെ ഞങ്ങൾക്ക് സ്കോർ വന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ച അത്രയ്ക്കില്ല. അപ്പോൾ അതിലെന്തോ സംഭവിച്ചിട്ടുള്ളതാണ്, ആ ഒരു കാൽക്കുലേഷനിലോ അങ്ങനെ എന്തോ ഒരു മിസ്സിങ് സംഭവിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാണ് റീവാലുവേഷൻ, ഇനി രണ്ടാമത്തെയാണ് സൂക്ഷ്മ പരിശോധന എന്ന് പറയുന്നത്, മൂന്നാമത്തെയാണ് ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡബിൾ വാലുവേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പേപ്പർ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ റീവാലുവേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ സാധിക്കാന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫോട്ടോ കോപ്പി എടുത്തിട്ട് നമ്മുടെ എങ്ങനെയാണ് നമ്മൾ എഴുതിയത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാനായിട്ട് അവിടെ സാധിക്കാം. ഓക്കെ, ഇനി നമുക്ക് റീവാലുവേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ റീവാലുവേഷൻ ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പേപ്പറിനും 500 രൂപ വീതമായിരിക്കും നമുക്ക് റീവാലുവേഷൻ നമുക്ക് കൊടുക്കേണ്ടി വരാം. ഇനി നമ്മൾ സൂക്ഷ്മ പരിശോധനയാണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ പേപ്പറിനും 100 രൂപ വീതമായിരിക്കും നമുക്ക് കൊടുക്കേണ്ടി വരാം. ഇനി നമുക്ക് ഫോട്ടോ കോപ്പിയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് 300 രൂപയാണ് ഓരോ പേപ്പറിനും നമുക്ക് കൊടുക്കേണ്ടി വരാം. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. റീവാലുവേഷൻ നമുക്ക് കൊടുക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മെയ് 31-ാം തീയതി വരെയാണ്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ ഒരു സമയത്ത് ഇപ്പം നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റിനായാലും സി പരീക്ഷയ്ക്കായാലും നിങ്ങൾക്ക് ആ ഒരു ജൂൺ 21-ാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ ആ സമയത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മാർക്ക് കുറവായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു സെക്കൻഡ് ചാൻസ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതാരും മിസ്സാക്കരുത്. ആ ചാൻസ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക, ആരും തളർന്നു പോകരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം മാക്സിമം ശ്രമിച്ച് നല്ലോണം നല്ല മാർക്കോട് കൂടെ പാസ്സാവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.